ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് PHC പോട്ടോ, നമ്മുടെ വാക്സിനേഷൻ എടുക്കാൻ പോവാണ്. സെക്കൻഡ് വാക്സിനേഷൻ ഇന്നും കൂടി എടുത്തിട്ടില്ലെങ്കിൽ വീണ്ടും 2 തവണ എടുക്കേണ്ടി വരും എന്നുള്ളതുകൊണ്ട് ഞാൻ പോയിട്ട് വാക്സിനേഷൻ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ റെഡി ആയിട്ടോ. മുടിയൊന്നും കെട്ടിയില്ല. ഞാൻ നിങ്ങളെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വ്ളോഗിൽ. എനിക്ക് മുടി ചില സമയത്ത് എനിക്ക് ഭയങ്കര തലവേദന. ഓൾറെഡി തലവേദനയുള്ള സമയത്ത് മുടിയിലേക്ക് കൈവച്ചാൽ കുറച്ചും കൂടി തലവേദനയാവും. അപ്പോൾ ഞാൻ പോകാൻ വേണ്ടി റെഡിയായി. ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റ് കാണിച്ചത് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. മുന്നത്തെ 2-3 വ്ളോഗ് മുന്നേറ്റ ഒരു ഡ്രസ്സാണ്. ഇങ്ങനെ കാണിച്ചാൽ മതി, കണ്ടിട്ടുണ്ടാവും. പിന്നെ കണ്ണ് എഴുതിയിട്ടുണ്ട്, ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്, പൊട്ടിട്ട്. ഇത്ര മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. കുറേ ദിവസമായല്ലോ ഇതിലൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് സമയം ഉണ്ടായിരുന്നു, അപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഫയൽസൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മുടെ അമ്മയും കുഞ്ഞിൻ്റെയും പുസ്തകമുണ്ട്. പിന്നെ നമ്മുടെ സ്കാനിങ് റിപ്പോർട്ടൊക്കെ ഉണ്ട്. കഴിഞ്ഞ തവണ ഞാൻ സ്കാനിങ് റിപ്പോർട്ടൊന്നും ഇല്ലാതെ പോയത്. അപ്പോൾ സിസ്റ്ററിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്കാനിങ് റിപ്പോർട്ട് ഇല്ലേ. അപ്പം ഇത്തവണ ഞാൻ അങ്ങനെ ചോദിക്കേണ്ട എന്ന് കരുതിയിട്ട് ഞാൻ മുൻകരുതലൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. ഓൾറെഡി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഓട്ടോ വിളിക്കണം. അങ്ങനെ ഞാൻ ഓട്ടോയിൽ പോയി വിശാഖ അവിടെ നിന്ന് കയറി കേട്ടോ. പിന്നെ വിശാഖക്ക് ഇന്ന് ഇലക്ഷൻ റിസൾട്ട് വരുന്ന ദിവസത്തിൻ്റേതായിട്ടുള്ള ടെൻഷനിലൊക്കെയാണ്. എല്ലാവർക്കും ഉണ്ട് കേട്ടോ. എനിക്കും വീട്ടിലെല്ലാവർക്കും ഒക്കെ ഉണ്ട്. പക്ഷെ എന്താണെങ്കിലും റിസൾട്ട് അതിനെ ഫേസ് ചെയ്തല്ലേ പറ്റൂ. അപ്പോൾ ഞാൻ മോർണിംഗ് ആട്ടോ. സമയം ഇപ്പോൾ ഏകദേശം 9:45 10 മണി ആവാറായിട്ടുണ്ടാവും. അത്രേ ആയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും 10 മണിക്ക് എത്താൻ സിസ്റ്ററിനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇറങ്ങാൻ നിൽക്കുകയാണ്. ഓട്ടോ വിളിക്കാൻ അപ്പനോട് പറയട്ടെ. അപ്പോൾ ഓട്ടോ വിളിക്കാൻ വേണ്ടി പോവാണ് ഞാൻ പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഉമ്മർക്ക് വന്ന് കാത്തിരിക്കും. ഓട്ടോ ഒന്ന് കഴിഞ്ഞിട്ട് പോവാമല്ലോ, അത്രയല്ലേ പണിയുള്ളൂ. അങ്ങനെ വിശാഖനെ വിളിച്ചു. ഞാൻ ഇറങ്ങുകയാണ്. അതായത് വണ്ടി വരാറായല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വിളിച്ചത്. എൻ്റെ പോകാനുള്ള ഓട്ടോ വന്നു കേട്ടോ. അങ്ങനെ എൻ്റെ വണ്ടി വന്നു. വണ്ടിയിലേക്ക് കയറി. അപ്പം നമുക്ക് അറിയുന്ന ഓട്ടോ ആണ് വിളിക്കുക. പിന്നെ വേറൊരു കാര്യം, ഞാൻ ഇലക്ട്രിക്കിൻ്റെ ഓട്ടോ വിളിക്കില്ല. എനിക്ക് ഇലക്ട്രിക്കിൻ്റെ ഓട്ടോ വിളിക്കുമ്പോൾ ഇതിനേക്കാൾ നോർമൽ ഓട്ടോനേക്കാൾ ജെർക്കിങ് ഉള്ള പോലെ ഫീൽ ചെയ്യും. അതുകൊണ്ട് ഞാൻ നോർമൽ ഓട്ടോ ആണ് വിളിക്കാറ്. അപ്പോൾ ഞാൻ എൻ്റെ ഫയലൊക്കെ ആയിട്ടാട്ടോ ഹോസ്പിറ്റലിൽ പോകുന്നത്. ഇനി എങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ എടുത്തില്ല എന്ന് പറയണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ്. പിന്നെ ഞാൻ പോകുന്ന വഴിക്ക് വിശാഖനെ പിക്ക് ചെയ്യാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ വിശാഖ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പം ഞാൻ പോകുന്ന വഴിക്ക് ഓട്ടോയിൽ ഇരുന്നിട്ടുള്ള ഞാൻ അപ്പോഴാട്ടോ ഞാൻ സെൽഫി വീഡിയോ എടുക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് എൻ്റെ മുഖം നന്നായിട്ട് കളർ വെച്ചിട്ടുണ്ട്. കാരണം വെയിലും മഴയൊന്നും കൊള്ളുന്നില്ലല്ലോ. പക്ഷേ നെക്കിൽ വീണ്ടും ഡാർക്ക്നെസ് വരുന്നുണ്ട്. മേ ബി ഇപ്പോഴത്തെ ഹോർമോൺ ചേഞ്ചസ് ഒക്കെ ആയിരിക്കാം എന്ന് വിചാരിക്കുന്നു. പിന്നെ പോകുന്ന വഴിക്ക് ഞാൻ കുറേ ദിവസമായാലും പുറത്തിറങ്ങിയിട്ട് പറയുന്നവരെ കാണുമ്പോൾ ഞാൻ കൈയൊക്കെ കൊടുത്തു. കണ്ടതൊന്ന് ചിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കുറച്ച് ദൂരം തന്നെ കണ്ടു. അതാണ് അത്രയും ലോങ് കൈ കൊടുത്തത്. പിന്നെ പോകുന്ന വഴിക്ക് നല്ല രസമാട്ടോ. നമ്മുടെ ഇവിടെ പാടും പറമ്പൊക്കെ ആയിട്ട്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ കുറച്ച് ഇങ്ങനെ വീട്ടിലിരിക്കില്ല. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഓട്ടോയിൽ പോകുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ രാവിലെ മഴ ഉണ്ടായിരുന്നില്ല. ഞാൻ ഇറങ്ങുന്നേക്ക് കുറച്ചും കൂടി മുന്നേ മഴ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാട്ടോ നമ്മുടെ വിശാഖിൻ്റെ വീടിന് അങ്ങോട്ടുള്ള വഴി. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഇറങ്ങുന്ന ഇറക്കാണത്. ഞങ്ങൾ വിശാഖനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോ എനിക്കുള്ള പാല് വിശാഖ അവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അതെടുക്കാൻ വേണ്ടി ലേറ്റ് ആയതാണ്. പിന്നെ പാവം നല്ല ഇലക്ഷൻ്റെ ടെൻഷനിലും അതുപോലെ തന്നെ ഇലക്ഷൻ ന്യൂസ് കാണുന്നതിലുമാണ്. അങ്ങനെ ഞങ്ങൾ PHCയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. ഞങ്ങളവിടെ എത്തി ടോക്കനൊക്കെ എടുത്തു. അപ്പോൾ ആ നേരത്തെ സിസ്റ്റർ വേറെ എന്തോ ഡ്യൂട്ടിയിലായിരുന്നു. അത് കഴിഞ്ഞിട്ടാട്ടോ വന്നത്. സത്യം പറഞ്ഞാൽ നല്ല രസമുണ്ടല്ലേ. ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കണ്ട സത്യം പറഞ്ഞാൽ അംഗനവാടി ലുക്കൊക്കെ ഉണ്ട്. കാരണം എനിക്ക് തോന്നുന്നു കുട്ടികളൊക്കെ പോളിയോ എടുക്കാനൊക്കെ വരുന്ന സമയത്ത് പിള്ളേർ കരയാതിരിക്കാനും അവരെ ജസ്റ്റ് ഒന്ന് കാം ആൻഡ് ക്വയറ്റ് ആക്കി ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണെന്ന് തോന്നുന്നു. ഇത് കുട്ടീനെ മുലയൂട്ടുന്ന സ്ഥലം, അതുപോലെ തന്നെ പോളിയോ അല്ല വാക്സിനേഷൻസ് എല്ലാം കൊടുക്കുന്ന സ്ഥലമാണ്. പിന്നെ വേറൊരു എനിക്ക് പറ്റിയത് എന്താ വെച്ചാൽ കുളിക്കാൻ പോകുമ്പോൾ പോലും മാസ്ക് ഇട്ട് പോകുന്നു. ഞാൻ മാസ്ക് എടുക്കാൻ വിട്ടുപോയി എന്ന് പറയുന്നതിനേക്കാൾ ശരി മാസ്ക് തീർന്നു എന്ന് എനിക്ക് രാവിലെയാണ് മനസ്സിലായത്. അത് ഞാൻ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അവിടെയാണെങ്കിൽ നിറയെ പനിക്കാർ. ഇപ്പോഴാണെങ്കിൽ ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, മഞ്ഞപ്പിത്തത്തിൻ്റെ സീസണാണ്. അതുകൊണ്ടാണ് ഞാൻ ഫയലും മുഖത്ത് വെച്ചിരിക്കണേ. എൻ്റെ ഇടയ്ക്ക് വിശാഖനെ മാസ്ക് മേടിക്കാൻ വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാട്ടോ ഞാൻ അമ്മയും കുഞ്ഞിൻ്റെയും പുസ്തകം. അപ്പോൾ അതൊക്കെ വാക്സിനേഷൻസൊക്കെ കഴിഞ്ഞു ഞാൻ തിരിച്ചു പോന്നു. അതിനിടയ്ക്ക് സിസ്റ്റർമാരുടെ സംസാരിച്ചു, എൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ. സിസ്റ്റേഴ്സൊക്കെ നല്ല കമ്പനിയാണ്. അതാണ് നമുക്ക് FHSC പോയിട്ട് TT എടുക്കാനുള്ളൊരു ഉത്സാഹം തന്നെ എനിക്കതാണ്. കാരണം വീട്ടിലിരിക്കുകയല്ലേ. അപ്പോൾ ഒന്ന് പുറത്തൊക്കെ പോയിട്ട് അവരൊക്കെ സംസാരിച്ചു
സംസാരിച്ച് വരാം എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ അതിലുള്ളൊരു പോസിറ്റീവ് സൈഡ്. വേദന ഇഞ്ചക്ഷൻ ഉണ്ടെങ്കിലും ഇതൊരു രസമാണ്. അങ്ങനെ എനിക്കൊരു കൊറിയറും കൂടി എടുക്കാനുണ്ടായിരുന്നു തിരിച്ചു വരുന്ന വഴിക്ക്. അങ്ങനെ അതൊക്കെ എടുത്തു. ഞാൻ പറഞ്ഞില്ലേ വരുന്ന വഴിക്ക് ഹോസ്പിറ്റലിൽ എത്തി ഞാൻ കുറച്ച് നേരം അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ കണ്ടപ്പോൾ തന്നെ വിശാഖനെ ഞാൻ വേഗം ഓടിച്ചിട്ടുണ്ടായിരുന്നു. പോയിട്ട് എനിക്കൊരു മാസ്ക് വാങ്ങിയിട്ട് വരണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ 2 മാസ്കൊക്കെ ഇട്ടിട്ടാട്ടോ പോന്നിട്ടുണ്ടായിരുന്നു. രാവിലെ ഏകദേശം ഒരു 10 മണിയാകുമ്പോൾ പോയാൽ ഞങ്ങൾ തിരിച്ചു വരുന്ന സമയം കണ്ടോ 12:30 ആവാറായിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കുള്ളത് കൊണ്ടേ നമുക്ക് ഓരോ കാര്യം ചെയ്യണമെങ്കിൽ ഡോക്ടറുടെ സൈൻ വേണം. അപ്പോൾ അത് നമ്മളിങ്ങനെ ഇടയ്ക്ക് കുത്തി കയറി എടുക്കാൻ പാടില്ലല്ലോ, മോശമല്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതേ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണേ. ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നു. ഞാൻ കുറച്ച് നേരം കിടക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. എനിക്ക് വളരെ ചെറിയ തോതിലൊരു കോൾഡ് ഉണ്ട്. ചെറിയ തോതിൽ തന്നെ എനിക്ക് വയ്യ. ഇന്നലത്തെ വ്ളോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എനിക്ക് രാവിലത്തെ തുമ്മലോ മറ്റു കാര്യങ്ങളൊക്കെ ഇട്ട് അതുപോലെ തന്നെ ഭയങ്കര ക്ഷീണമാണ്. അപ്പോൾ ഞാൻ വന്നിട്ട് കുറച്ച് നേരം കിടക്കാമെന്ന് വിചാരിച്ചു. കാരണം ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അതിനേക്കാൾ ഭീകരാന്തരീക്ഷം. എല്ലാവർക്കും പനി ജലദോഷമായിട്ട് വന്നിരിക്കുകയാണ് ഹോസ്പിറ്റലിൽ. അപ്പോൾ പിന്നെ അങ്ങനെ തന്നെയാണല്ലോ. അങ്ങനെ അതേ ടി ടി എടുത്തു തന്നെ ചെറിയ വേദന ഉണ്ട്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. അതിൻ്റെ ഒരു ഡീപ്പ് വേദനയൊക്കെ അറിയണമെങ്കിൽ എന്തായാലും 2 ദിവസം എടുക്കും. പിന്നെ എനിക്കൊരു കൊറിയർ ഉണ്ടായിരുന്നു, അതെടുത്തു. അത് അൺപാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓണത്തിൻ്റെ ബുക്കാണ്. നമ്മൾ നോർമലായിട്ടുള്ള പ്ലെയിൻ സാരി എടുത്ത് അതിലേക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഡിസൈനാണ് പ്രിൻറ്റ് ചെയ്യുക. അങ്ങനെ ഞാൻ പ്രിൻറ്റ് ചെയ്ത് ഒരുപാടൊന്നും ചെയ്തില്ല. എൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന വർക്ക് മാത്രമായിട്ടേ ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാൻ പാക്കൊന്നും പൊട്ടിച്ചിട്ടില്ല. 3 എണ്ണ ചെയ്യുന്നുള്ളൂ. 2 സെറ്റ് സാരിയും 1 സെറ്റ് മുണ്ടും. അത് നമ്മൾ പറഞ്ഞു കൊടുത്ത പ്രിൻറ്റിലാട്ടോ ചെയ്തത്. എനിക്ക് നമ്മളെ യൂണിക്കായിട്ട് എല്ലാവരും കാണുന്ന ആ ഒരു ടൈപ്പ് വേണ്ട എന്ന് വിചാരിച്ചിട്ട് എന്നാൽ നമ്മൾ പറഞ്ഞു കൊടുത്ത പ്രിൻറ്റിൽ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോസും മറ്റു കാര്യങ്ങളൊക്കെ പിന്നീട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ ഷൂട്ട് ചെയ്യണം, പിന്നെ അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഷൂട്ട് ഒക്കെ പ്ലാൻ ആക്കണം കേട്ടോ. സ്ക്രിപ്റ്റ് മറ്റു കാര്യങ്ങളൊക്കെ റെഡിയാക്കാനാണ്, ഒന്നും ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് എന്തായാലും ഇതൊക്കെ ചെയ്യണം. അങ്ങനെ ഞാൻ വൈകാതെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ തന്ന് സഹായിക്കണം. ഇപ്പോഴത്തെ അവസ്ഥയിൽ സഹായം വലിയ ഉപകാരമാവും. കാരണം നമ്മൾ വിചാരിച്ചിടത്തൊന്നും നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മുടെ സാമ്പത്തിക ഭദ്രത നിൽക്കുന്നില്ല. ഹോസ്പിറ്റൽ കേസ് അങ്ങനെ തന്നെയാണല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞാട്ടോ. അങ്ങനെയല്ല, ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടില്ലാതെ അങ്ങനെ പോകുന്നു വർക്ക്. ഞാൻ എന്തായാലും ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഞാനൊന്ന് ഉറങ്ങി എണീറ്റ് ഉച്ചയ്ക്ക് ഞാൻ ഭക്ഷണം കഴിച്ചില്ല കേട്ടോ. അമ്മ കുറേ വിളിച്ചിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ വായോ എന്ന് പറഞ്ഞിട്ട് കഴിച്ചില്ല. ഇന്നലെയും ഇന്നൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ, ഇന്നലെയും പറഞ്ഞ തുമ്പലും തലവേദനയൊക്കെ ടേണിങ് ഇൻറ്റു പനിയാണെന്ന് തോന്നുന്നു. ഞാനെൻ്റെ തെർമോമീറ്റർ എടുത്തിട്ടുണ്ട്. ഞാനത് തെർമോമീറ്റർ വെച്ചിട്ടുണ്ട് കേട്ടോ. പനി ഉണ്ടാവരുത് എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പനി വന്നാൽ അറിയാലോ, പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ പനി വരാൻ ചാൻസസ് ഉണ്ടാക്കരുത് എന്നാണ് പറയാം. എനിക്ക് പനി വന്നാൽ, അതായത് ഒരു പനി വന്നു കഴിഞ്ഞാൽ ലങ്സിന് പെട്ടെന്ന് ഇൻഫെക്ഷൻ വരും, ബ്രീത്ത് കിട്ടില്ല. എൻ്റെ ബുദ്ധിമുട്ട്, എനിക്ക് ബ്രീത്ത് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാൻ പരമാവധി പിടിച്ച് നിൽക്കണം, മരുന്നൊക്കെ കറക്റ്റ് സമയത്ത് കഴിച്ചിട്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് വയ്യ. എനിക്കിപ്പം ടി ടി എടുത്തതിൻ്റെ ആയിരിക്കും, പക്ഷെ അറിയില്ല. എന്തായാലും ഞാൻ ടെമ്പറേച്ചർ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ടെമ്പറേച്ചറൊക്കെ ചെക്ക് ചെയ്തു. ഒരു പൊടി കൂടുതലുണ്ട്, നോർമൽ ഉണ്ടാവണേക്കാൾ ഒരു ലേശം, അത്രേ ഉള്ളൂ. പക്ഷേ അതെ, പനി ആവാതെ നോക്കാൻ തന്നെയാണ് ഞാനും പരമാവധി ശ്രമിക്കുന്നത്. പനി ആവർത്തിയെന്ന് വിചാരിക്കുന്നു. പനി ആയിക്കഴിഞ്ഞാൽ അഡ്മിറ്റ് ഉറപ്പാണ്. എനിക്ക് വീട്ടിൽ മരുന്ന് കഴിച്ചതുകൊണ്ടോ ആവി പിടിച്ചതുകൊണ്ടോ ഒന്നും പനി മാറില്ല. ഇഞ്ചക്ഷൻസ് എന്തായാലും എടുത്തേ പറ്റുള്ളൂ. കാരണം അങ്ങനെയാണ് എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ, അങ്ങനെയാണ്. ലങ്സ് ഭയങ്കര വീക്കാണ്. അപ്പോൾ ലങ്സിലേക്കും പെട്ടെന്ന് ഇൻഫെക്ഷനൊക്കെ ആവും. എനിക്ക് ബ്രീത്ത് കിട്ടാതെ ആകുമ്പോൾ തന്നെ എനിക്ക് ടെൻഷനാണ്. ചിലപ്പോൾ പ്രഗ്നൻസി റിലേറ്റഡ് ആയിരിക്കും, പക്ഷേ ഇന്ന് പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ബ്രീത്തിങ് പ്രശ്നമല്ല. എനിക്ക് മൂക്കിലൂടെ ഇങ്ങനെ, മറ്റേ നമ്മൾ കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും അല്ലെങ്കിൽ നടക്കുമ്പോഴൊക്കെ ബ്രീത്ത്
കിട്ടാതിരിക്കുക എന്ന് പറയുന്നൊരു പ്രശ്നം ചിലപ്പോൾ ഉണ്ടാവും. അത്രമാത്രം വയറൊക്കെ വരുന്ന സമയത്ത് എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഒരാളെ സമയമായില്ല. ഇപ്പം തന്നെ എൻ്റെ സൗണ്ട് മാറി തുടങ്ങി. ഈ ബുക്കിലൂടെ വൃത്തിയായി കിട്ടില്ല. ഈ ബുക്കിൽ കുറച്ച്, പക്ഷെ വായ തുറന്നിട്ട് സത്യം പറഞ്ഞാൽ ബ്രീത്ത് എടുക്കുന്നത് അത്രയും ബുദ്ധിമുട്ടായി തുടങ്ങി. ഒരു അഡ്മിഷൻ ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം വൈകി എനിക്ക് സത്യം പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ കിടക്കാന്ന് പറഞ്ഞ് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് ആലോചിക്കാൻ വയ്യ. അപ്പോൾ എന്തായാലും ടെമ്പറേച്ചർ കുറയുമെന്ന് വിചാരിക്കും. നമുക്കൊന്ന് വീണ്ടും റെസ്റ്റ് എടുത്ത് നോക്കാം. ഞാൻ സത്യം പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോയിടുന്നുണ്ടോ, വന്നിട്ട് അതേമാതിരി കിടക്കുക. ചെറിയ ഡ്രസ്സും കൂടി മാറ്റി. അത്രയും വയ്യാത്തോണ്ടാണ് ഞാൻ അങ്ങനെ കിടന്നത്. ഫുഡ് പോലും കഴിക്കാതെ ഞാൻ കിടന്നത്. ഇനിയിപ്പോൾ അമ്മയുടെ ചായ ഉണ്ടാക്കി തരാൻ പറഞ്ഞാൽ എനിക്ക് അത്രയും തൊണ്ട വേദന എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ബ്രീത്ത് എടുക്കാൻ ബുദ്ധിമുട്ടിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു കരകരപ്പ്. അപ്പോൾ ചായ കുടിക്കണം. പിന്നെന്താ വെച്ചാൽ ഈ ലങ്സിന് പ്രശ്നമുള്ളപ്പോൾ ലങ്സിന് ഇങ്ങനെ മേലേക്കുണ്ടല്ലോ ഈസോഫാഗസും തൊണ്ടയൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് ഇങ്ങനെ എന്താ പറയുക ഇറിറ്റേഷനായിട്ട് ഫീലിംഗ്. കുറച്ച് ഇങ്ങനെ വരുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞ് നമുക്ക് ഫുഡ് ഇറക്കുമ്പോഴൊക്കെ പെയിന് വരും. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവും. പനി കുറച്ച് കൂടുതലായി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് എടുത്ത് ടെമ്പറേച്ചറൊക്കെ ടെസ്റ്റ് ചെയ്ത് ഒരു പനി ഇല്ലാത്തൊരു കണ്ടീഷനിലൂടെ എങ്ങനെയെങ്കിലും ഇവിടെ കഴിച്ചിലായി കിട്ടിയാൽ മതി എന്നുള്ള ഒരു ആഗ്രഹമാണ്. അപ്പം എന്തായാലും ഞാൻ ചായ കുടിക്കട്ടെ. അമ്മ എനിക്ക് കോഫി കട്ടൻ കാപ്പിയെ തോന്നണം കേട്ടോ. കട്ടൻ ചായയാണോ കട്ടൻ കാപ്പി എന്നല്ല രുചിച്ച് നോക്കിയിട്ട് പോലും ടേസ്റ്റ് അറിയുന്നില്ല. അപ്പോൾ ബാക്കി ആവശ്യത്തിന് എടുത്ത് കുടിച്ചോ എന്ന് പറഞ്ഞിട്ടേ കൊടുക്കുന്നതാണ്. താഴേക്ക് ഇറങ്ങുമ്പോൾ ഒരു ആശ്വാസം. എനിക്കിത് അമ്മ റസ്ക് കൊണ്ടുവന്ന് തന്നിട്ടോ. അതിങ്ങനെ മുക്കി കഴിക്കാനാണ് എനിക്കിഷ്ടം. ആട്ടപ്പൊടി മേടിച്ചോളൂ. ഒരു പാക്കറ്റ് മേടിച്ചത് കുറേ ഒന്നും മേടിക്കണം. അല്ലെങ്കിൽ 2 പാക്കറ്റ് മേടിച്ചാൽ മതി, കുറേ മേടിക്കണ്ട. പിന്നെ അതെ ഞാൻ മുടി വേറെടുത്തു കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അത് എന്താ പറയുക വേറെടുക്കൂല. ഇന്ന് പിന്നെ അമ്മ മുടിയൊക്കെ കെട്ടി ഞാൻ ഡ്രസ്സ് മാറ്റി കേട്ടോ. കുറച്ച് ചൂട് അങ്ങനെ കാപ്പി കുടിച്ചപ്പോൾ തന്നെ കുറച്ചൊരു സമാധാനം. ഞാൻ ഷാനോട് വരുമ്പോൾ ബണ്ണോ ബ്രെഡ് ഇതിലും വൈകിട്ട് വരുമ്പോൾ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അപ്പു റേഷൻ കടയിൽ പോയിട്ട് നേരത്തെ ഞമ്മോട് ഗോതമ്പ് പൊടി മേടിക്കാൻ വേണ്ടി പറഞ്ഞില്ല. അപ്പോൾ റേഷൻ കടയിൽ പോകുമ്പോൾ അപ്പനോട് പറഞ്ഞു, അമ്മേനോട് ചോദിച്ചു ഗോതമ്പ് പൊടി മേടിക്കണം. കാരണം ഞാൻ എന്നും ഗോതമ്പ് തിന്ന് മടുത്തു എന്ന് പറയുന്നത് കാരണം അമ്മ ചോദിച്ചതാണ്. പക്ഷേ ഗോതമ്പ് മേടിച്ചോളാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അപ്പു പോകുമ്പോൾ ഞാൻ അപ്പുറോട് എന്തെങ്കിലും മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാത്രി അങ്ങനെ ലൈറ്റായിട്ട് വല്ലതും കഴിച്ചിട്ട് ഒന്ന് കിടന്നാൽ മതി എന്നായി. എനിക്ക് വൈകുന്നേരം 7 മണിക്ക് ആകുമ്പോഴത്തേക്കും ആവാൻ വേണ്ടി കാത്തിരിക്കുന്നു. ആയ എന്തെങ്കിലും ലേശം കഞ്ഞിയോ ബ്രെഡോ ബണ്ണോ കഴിച്ച് കിടന്ന് അത്രയും സൗകര്യം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. എനിക്കിനി അറിയില്ല TT എടുത്തതിൻ്റെ ബുദ്ധിമുട്ടാണോ അതോ എങ്ങനെയാണ് പനി വന്നതെന്ന് എനിക്കൊരു ഐഡിയ കിട്ടില്ല. ഡോക്ടറെ അടുത്ത് വന്നത് ഡോക്ടർ അതാ ചോദിക്കുക, എങ്ങനെയാണ് പനി വന്നത്, ആരുടെയെങ്കിലും കോണ്ടാക്ട് ഉണ്ടായിരുന്നോ, അതായത് തുമ്മലോ ചുമയോ അങ്ങനെയുള്ള ആരെങ്കിലും ആയിട്ടുള്ള കോണ്ടാക്ട് ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ വീട്ടിലാർക്കെങ്കിലും പനി ഉണ്ടോ എന്നങ്ങനെയൊക്കെ ചോദിക്കും. ഇവിടെ ആർക്കും അങ്ങനെ പനിയൊന്നുമില്ല. പക്ഷെ എവിടുന്നാണ് കിട്ടിയത് എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ വാക്സിനേഷൻ എടുത്തതിൻ്റെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഡോക്ടർ ചോദിക്കുമ്പോൾ നമുക്ക് അങ്ങനെ മറുപടി പറയാനായിരിക്കും. ഇപ്പോൾ കുറച്ച് കുറവുണ്ട് കേട്ടോ. ഞാനൊന്ന് ഉറങ്ങി കഴിഞ്ഞിട്ടൊന്ന് റെസ്റ്റ് എടുത്തിട്ട് നല്ല മാറ്റമുണ്ട്. ഞാനൊരു ചൂട് കാപ്പി കുടിച്ചപ്പോഴും കുറച്ച് നേരം റെസ്റ്റ് എടുത്തപ്പോൾ കുറച്ചൊരു സമാധാനമുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ വാക്സിനേഷൻ ഡേ ലാസ്റ്റ് എന്തായാലും ഇങ്ങനെയാവുന്ന ഒട്ടും പ്രതീക്ഷയില്ല ബ്ലോഗ് എടുത്ത് തുടങ്ങുമ്പോൾ. എനിവേ ഓക്കെ ആയി വരണം, കുഴപ്പമില്ല. ഇപ്പം ഇങ്ങനെ ബെറ്റർ ആയിട്ട് വരുന്നുണ്ട്. ചിലപ്പോൾ രാത്രിത്തെയും കൂടി ഉറക്കം കഴിഞ്ഞു കഴിഞ്ഞാൽ നാളേക്ക് പനി ഉണ്ടാവില്ല എന്ന് വിചാരിക്കണം. പിന്നെ ഓൾവേസ് റെസ്റ്റ് ഉള്ളൂ, സ്പെഷ്യൽ റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതേ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. വാക്സിനേഷൻ്റെ നല്ല അടിപൊളിയായിട്ട് പോയി. ഉച്ചവരെ അടിപൊളിയായിട്ട് പോയി. ഉച്ചയ്ക്ക് ശേഷം വലിയ സുഖമില്ല. എനിക്കങ്ങനെ പെയിനൊന്നുമില്ല. പക്ഷേ എന്തോ പനി വാക്സിൻ്റെ ആണോ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ടാണോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇതേ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വാക്സിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് പോയിട്ട് വാക്സിൻ എടുക്കുന്നത്. ഇവിടുത്തെ FHC ഫാമിലി ഹെൽത്ത് സെൻ്ററിൽ പോയിട്ട് ഭയങ്കര അടിപൊളിയാട്ടോ. അതായത് ഇഞ്ചക്ഷൻ എടുക്കുന്ന അടിപൊളിയാണെന്നല്ല പറയുന്നത്. നമ്മളെ
എന്താ പറയുക വെൽക്കം ചെയ്യുന്ന രീതി ഉണ്ടല്ലോ അവിടുത്തെ സിസ്റ്റർമാരുടെ. നമ്മൾ കഴിഞ്ഞ മാസം പോയതാണ്. അപ്പോൾ ഈ മാസം എൻ്റെ ആശാവർക്കർ ചേച്ചി എന്നെ വിളിച്ചു, എൻ്റെ സിസ്റ്റർ എന്നെ വിളിച്ചു. പിന്നെ അതുപോലെ ഇന്നിപ്പോൾ ചെന്നപ്പോൾ എനിക്കന്ന് വാക്സിൻ എടുത്ത സിസ്റ്റർ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഭയങ്കര എന്താ പറയുക ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് അവർ ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ ശ്രദ്ധിക്കണേ, ഭക്ഷണം കഴിക്കണേ എന്ന് വെച്ചാൽ നമ്മളോട് അങ്ങനെ സംസാരിക്കേണ്ട കാര്യമില്ല. അവർക്ക് ഭയങ്കര തിരക്കുണ്ട് വേറെയും. പക്ഷെ അങ്ങനെയല്ല. ഞാൻ വിചാരിച്ചു എന്നോട് മാത്രമാണോ എന്ന് കരുതി ഞാൻ എൻ്റെ മുന്നേ പോയവർക്കൊക്കെ ഇങ്ങനെ തന്നെയാണോ എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് എനിക്ക് ബ്ലഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടും സിസ്റ്റർ ഒക്കെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അവർ വരുന്നവരോടൊക്കെ ഇങ്ങനെ തന്നെയാണ്. എന്തായാലും നല്ല അടിപൊളിയായിട്ടാണ് FHCയിൽ ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ മരുന്ന് വേണോ, കാൽഷ്യത്തിൻ്റെ മരുന്ന് വേണോ, അതുപോലെ തന്നെ അയൺ ടാബ്ലറ്റ് വേണോ എന്നൊക്കെ ചോദിക്കണം. എൻ്റെ അടുത്ത് ഓൾറെഡി ഉള്ളത് കൊണ്ട് ഞാൻ മേടിച്ചില്ല. ആവശ്യമില്ലാതെ മേടിച്ച് വയ്ക്കണം, ആവശ്യമുള്ളവർക്ക് കൊടുക്കട്ടെ എന്ന് കരുതിയിട്ട്. ഇനി ബ്ലഡ് ടെസ്റ്റ് നമുക്ക് പുറത്ത് പോയ 2000 എന്തായാലും എനിക്ക് ബ്ലഡ് ടെസ്റ്റ് എടുക്കുന്ന സമയത്ത് ആവാറുണ്ട്. അതെല്ലാം ഇനിയിപ്പോൾ ഇന്നെനിക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ ബ്ലഡ് എടുക്കേണ്ട സമയമല്ല, കുറച്ചുകൂടി വൈകിപ്പോയി അവിടെ എത്തിയപ്പോൾ. അതുകൊണ്ട് ഇന്ന് എടുക്കാൻ പറ്റില്ല. ഇനി നാളെ പനി ഇല്ലെങ്കിൽ പോയിട്ട് എടുക്കണം. അതൊക്കെ ഫ്രീ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ. അപ്പോൾ പിന്നെ ഫ്രീ ആണല്ലോ. എന്തായാലും 2000 രൂപ നമുക്ക് സേവ് ചെയ്യാമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഇനിയിപ്പോൾ നാളെ പോയിട്ട് എന്തായാലും എനിക്ക് ബ്ലഡ് ടെസ്റ്റ് പനി ഇല്ലെങ്കിൽ എടുക്കണം, അല്ലെങ്കിൽ പിറ്റേന്ന് പോയിട്ട് എടുക്കാം. അപ്പോൾ എന്തായാലും എൻ്റെ വാക്സിനേഷൻ എക്സ്പീരിയൻസ് അതായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. അത് വാക്സിനേഷൻ എക്സ്പീരിയൻസ് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ആശാവർക്കർ കോൺടാക്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും നേഴ്സ് കോൺടാക്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും ഒരു ഭയങ്കര എന്താ പറയുക കെയറിങ് ആയിട്ടോ നമ്മളെ കോൺടാക്ട് ചെയ്യുക. അത് ഭയങ്കര ഒരു എന്താ പറയുക അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. സെറ്റാണ്. നിങ്ങൾ ആരെങ്കിലും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ട് FHCയിലൊക്കെ പോയിട്ട് വാക്സിനേഷൻ എടുക്കുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അമ്മയും കുഞ്ഞും പുസ്തകമൊക്കെ രജിസ്റ്റർ ചെയ്യാൻ ആശാവർക്കന്മാരുടെ അടുത്ത് പോയിട്ട് ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ. അതുപോലെ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്നത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ എന്തായാലും വാക്സിനേഷൻ്റെ അടിപൊളിയായിരുന്നു. പനി ഒഴിച്ചാൽ ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതേ ഞാൻ വീഡിയോ വൈൻഡപ്പൊക്കെയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെയും ടാറ്റാ.